Hi everyone, welcome to our channel. ഞങ്ങളിപ്പോൾ ഉള്ളത് സ്വീഡനിലാണ്. സ്വീഡനിൽ എത്തിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞു. എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വീഡനിലേക്ക് വന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ത്യ ടു സ്വീഡൻ ഞങ്ങളുടെ ട്രാവൽ എക്സ്പീരിയൻസും അതിന്റെ കാര്യങ്ങളും ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഓഗസ്റ്റ് 6-നാണ് ഞങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. ബാംഗ്ലൂർ ടു കോപ്പൻഹാഗൻ ആയിരുന്നു ഫ്ലൈറ്റ്. എത്തിയാലാണ് ബുക്ക് ചെയ്തത്. ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല, അബുദാബിയിലും ലണ്ടനിലും ലേ ഓവറുള്ള രീതിയിലായിരുന്നു ഫ്ലൈറ്റ്. മോർണിംഗ് 10 മണിക്കാണ് ബാംഗ്ലൂരിന് ഡിപ്പാർച്ചർ ഉണ്ടായിരുന്നത്. സോ ഞങ്ങളൊരു 5:30 ആയപ്പോൾ തന്നെ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി അകത്ത് കയറി. അവിടെ ചെക്കിംഗ് കൗണ്ടർ പക്ഷേ 7 o'clock ഈ ഫ്ലൈറ്റിന്റെ ഓപ്പൺ ആയിരുന്നത്. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ചെക്കിംഗ് കൗണ്ടറിൽ പോയ ശേഷം അവിടെ ഒരു ഹാഫ് ആൻ അവർ ഡിലേ ഉണ്ടായിരുന്നു. മെയിൻലി റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കോപ്പൻഹാഗനിലേക്കാണല്ലോ ടിക്കറ്റ് എടുത്തത്. കോപ്പൻഹാഗൻ ഞങ്ങൾ ഡെൻമാർക്കിലാണ്, ഇവിടുന്ന് തൊട്ടടുത്ത കൺട്രിയാണ് സ്വീഡന്റെ. അപ്പോൾ സ്വീഡിഷ് RP കാർഡ് വെച്ചിട്ട് ഡെൻമാർക്കിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവിടുത്തെ സ്റ്റാഫിന്. അങ്ങനെ അവിടുത്തെ സീനിയർ സ്റ്റാഫ് വന്നിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ബോർഡിങ് കാര്യങ്ങൾ ചെയ്തു. ശരിക്കും നമുക്ക് സ്വീഡന്റെ RP കാർഡ് വെച്ചിട്ട് ശെങ്കൻ റീജിയനിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് മൊത്തത്തിൽ 16 hours ജേർണി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതില് അബുദാബിയിലും ലണ്ടനിലും 2 hours വെച്ചിട്ട് ലേ ഓവർ ഉണ്ടായിരുന്നു. എത്തിഹാദ് എയർവേസ് തന്നെയായിരുന്നു, എത്തിഹാദിന്റെ ഫ്ലൈറ്റ് തന്നെയായിരുന്നു അബുദാബി അതായത് ബാംഗ്ലൂർ ടു അബുദാബി ടു ലണ്ടനും ഞങ്ങൾക്ക് എത്തിഹാദിന്റെ ഫ്ലൈറ്റ് തന്നെയായിരുന്നു. ലണ്ടനിൽ ഞങ്ങൾക്ക് കോപ്പൻഹാഗനിലേക്ക് സ്കാൻഡിനേവിയന്റെ ഫ്ലൈറ്റ് ആയിരുന്നു. എത്തിഹാദിന്റെ അതായത് ബാംഗ്ലൂർ ടു ലണ്ടൻ വരെയുള്ള ഞങ്ങളുടെ ജേർണി എന്ന് പറയുന്നത് എത്തിഹാദിലായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അബുദാബിയിൽ നിന്ന് ഈ ലണ്ടനിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് സൂപ്പർ സർവീസ് ആവില്ല. ഫുഡ് ആണെങ്കിലും സ്പേസ് കാര്യങ്ങളെല്ലാം കൊണ്ടും അടിപൊളി ഫ്ലൈറ്റ് ആയിരുന്നു നമുക്ക് ലണ്ടൻ വരെ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഈവനിങ് 11:30 ആകുമ്പോൾ കോപ്പൻഹാഗനിൽ ഇറങ്ങുന്ന രീതിയിലായിരുന്നു ഫ്ലൈറ്റ്. അപ്പോ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നെക്സ്റ്റ് അതായത് 7-ാം തീയതി മോർണിംഗിൽ ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് പോകാന്നുള്ള പ്ലാൻ ആയിരുന്നു. അങ്ങനെ കോപ്പൻഹാഗനിൽ എത്തി ഞങ്ങൾ എക്സിറ്റ് ചെയ്ത് ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് പെട്ടി കളക്ട് ചെയ്യാൻ വേണ്ടി പോയി. പെട്ടി കളക്ട് ചെയ്യാൻ പോയി ഒരു 5 minutes കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു പെട്ടി വന്നു. പിന്നെയും കുറച്ച് ലേറ്റ് ആയാലും ബാക്കി 2 പെട്ടി വരും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ അവിടെ കുറച്ചു നേരം ഇരുന്നു. അങ്ങനെ 1 മണിക്കൂർ ഇരുന്നു, 2 മണിക്കൂർ ഇരുന്നു, എന്നിട്ടും പെട്ടി വന്നില്ല. അപ്പൊ കുറച്ച് ടെൻഷനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ വേറെ 2-3 പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്കും ഇതുപോലെ ഒരു ലഗേജ് കിട്ടിയിട്ടുണ്ട്, ബാഗേജ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവരും ഇതേപോലെ 2-3 ബാഗ്സിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷെ അവര് ഓൾറെഡി ഇവിടെ താമസിക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു. അതുകൊണ്ട് അവർക്ക് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ടൈം വരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനെ പറ്റിയുള്ള യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞങ്ങള് എയർപോർട്ടിൽ രാത്രി എത്തിയതുകൊണ്ട് തന്നെ ഈ സ്കാൻഡിനേവിയൻ എയർവേസിന്റെ ചെക്കിംഗ് കൗണ്ടറും അതുപോലെ തന്നെ ലഗേജ് ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫിന്റെ കൗണ്ടറും എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അവിടെ അന്വേഷിച്ചപ്പോൾ മോർണിംഗ് 4-ന് ചെക്കിംഗ് കൗണ്ടർ, മോർണിംഗ് രാവിലെ 4 മണിക്ക് ചെക്കിംഗ് കൗണ്ടർ ഓപ്പൺ ആവും. അതുപോലെ തന്നെ ഒരു 7 മണി 6:30 ആകുമ്പോഴാണ് ഈ ലഗേജിന്റെ കൗണ്ടർ ഓപ്പൺ ആവാന്ന് അവിടെ പറഞ്ഞു. ഞങ്ങൾക്ക് കീ കളക്ഷൻ ഉണ്ടായിരുന്നത് 7-ാം തീയതി രാവിലെ 8 മണിക്ക്. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് ഒരു 8-8:30 മണിയാകുമ്പോഴായിരുന്നു കീ കളക്ഷൻ ഉണ്ടായിരുന്നത്. ഇവിടെ ഓഫീസ് ടൈമിൽ മാത്രമേ നമുക്ക് കീ കളക്ഷൻ ഉള്ളൂ. അപ്പൊ അതൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ എയർപോർട്ടിൽ എത്തി അവിടെ തന്നെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് രാവിലെ ഫസ്റ്റ് ബസ്സിന് പോരാന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പൊ രാവിലെ ബസ് വരുന്ന ടൈം വരെ ഞങ്ങൾ പെട്ടി വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ ഇരിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്തു. പെട്ടി കിട്ടുന്നുള്ള പ്രതീക്ഷ തന്നെ കുറെ നേരുന്നത്. ഞങ്ങൾ എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടും പെട്ടി കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 2 ഫാമിലീസിനെ പരിചയപ്പെട്ടു. ഇന്ത്യ എന്നുള്ള ബാംഗ്ലൂരും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശുള്ള 2 ഫാമിലീസ് ആയിരുന്നു. അവർ ഓൾറെഡി സെറ്റിൽ ആയിട്ട് ഒരു 4-5 വർഷം കഴിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് സ്വീഡിഷ് മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരവിടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് പുറത്തേക്ക് വന്നു. ഞങ്ങളപ്പോൾ അതുപോലെ ഇന്ത്യൻ നമ്പർ കൊടുത്ത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് പുറത്തേക്ക് വന്ന് രാവിലെ വരെ വെയിറ്റ് ചെയ്തു. പക്ഷെ 7 മണി ആയിട്ടും പെട്ടീന്റെ അഡ്രസ് ഒന്നും കാണാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അക്കോമഡേഷൻ കീ പോയി കളക്ട് ചെയ്യാന്ന പ്ലാനിൽ എയർപോർട്ടിൽ നിന്ന് ബസ് ബുക്ക് ചെയ്തു. അതിനുശേഷം ഞങ്ങള് അവിടുത്തെ ഒരു സീനിയർ സ്റ്റാഫിനെ കണ്ട് സംസാരിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലഗേജ് ഇവിടെ വന്നിട്ടില്ല, നിങ്ങളെ ലഗേജ് കോപ്പൻഹാഗൻ എയർപോർട്ടിൽ ഉണ്ടെങ്കിൽ ആ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങളെ പെട്ടി എവിടെ എത്തി, ലണ്ടൻ. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ മനസ്സിലായി ഞങ്ങളെ പെട്ടി ലണ്ടനിൽ നിന്ന് കോപ്പൻഹാഗനിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ പിന്നെ വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് വെച്ചിട്ട് ഞങ്ങള് മാൽമോയിലേക്ക്, അതായത് കോപ്പൻഹാഗൻ എയർപോർട്ടിൽ നിന്ന് മാൽമോയിലേക്ക് ഫ്ലിക്സ് ബസ് ബുക്ക് ചെയ്തു.
അങ്ങനെ ഞങ്ങൾ മാൽമോയിലെത്തിയതിനു ശേഷം ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടേ, എങ്ങനെയാ ചെയ്യേണ്ടേ, എവിടെയാ പോണ്ടേ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഫോണിലാണെങ്കിൽ ചാർജും ഉണ്ടായിരുന്നില്ല. ഞങ്ങള് അഡാപ്റ്റർ ഇവിടെ എല്ലാം യൂസ് ചെയ്യേണ്ട അഡാപ്റ്റർ ഉണ്ടായിരുന്നു. ആ അഡാപ്റ്റർ ഞങ്ങൾ മറ്റേ കിട്ടാത്ത, അതായത് ബാഗേജിലായിരുന്നു. ഞങ്ങൾക്ക് 2 ബാഗേജ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതിൽ ഒരു ബാഗേജിലായിരുന്നു യൂറോപ്യൻ അഡാപ്റ്റർ ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഫോൺ ചാർജ് ചെയ്യാൻ നിവർത്തിയില്ല. പിന്നെ ഞങ്ങൾ ഇന്റർനാഷണൽ റോമിങ് റീചാർജ് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ എത്തി ആ ഒരു ടെൻഷനിലെല്ലാം തന്നെ ആ ഒരു പാക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരും ഫോൺ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഇവിടത്തേക്ക് എങ്ങനെയാ വരികയെന്ന് അറിയാത്തത് കൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ എല്ലാം നോക്കി നിന്നു. പിന്നെ 2-3 പേരോട് അന്വേഷിച്ചപ്പോൾ അവർക്കും കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ കഴിയുന്നില്ലേ. അങ്ങനെ ഞങ്ങള് ഇരുന്നപ്പോ ഒരാളെ കണ്ടു. ആള് ഞങ്ങൾക്ക് സിം എടുക്കേണ്ട സ്ഥലം കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ സിം എടുത്ത് അപ്പൊ തന്നെ ഒരു സിം ഞങ്ങള് റീചാർജ് ചെയ്തു. എല്ലാം ചെയ്ത് റീചാർജ് ചെയ്തിട്ട് സിം ആക്ടിവേറ്റ് ആവുന്നില്ല. എന്താ ചെയ്യാ, എങ്ങനെ ചെയ്യാ, എന്ത് ചെയ്തിട്ട് തന്നെ സിം ആക്റ്റീവ് ആവുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ഐഡിയ ഇല്ലാണ്ട് നിൽക്കുമ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഒരു ബസ് സ്റ്റോപ്പിലേക്ക് പോയി. അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ബസ് സ്റ്റോപ്പിലേക്ക് പോയി. അപ്പൊ അവിടുത്തെ ഒരാൾ പറഞ്ഞു ഞങ്ങൾ ഈ പറഞ്ഞ അഡ്രസ്സിലേക്കുള്ള ബസ് 35 ആണ്, അത് അവിടെ വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്ത്. ആക്ച്വലി ഒരു ഫോണിലും ചാർജ് ഉണ്ടായിരുന്നില്ല. 3 ഫോൺ കയ്യിലുണ്ട്. പക്ഷെ 3 ഫോണിലും ചാർജ് ഏകദേശം ഒരു ഫോണിൽ മാത്രം ഒരു 10%, ബാക്കിയുള്ളതിൽ 5-2 ആ ഒരു ലെവലിലേക്ക് ചാർജ് എത്തിയിരുന്നു. ഞങ്ങൾക്ക് ചാർജ് ചെയ്യാനും ഒരു ഓപ്ഷൻ ഇല്ല. സിമ്മിലാണെങ്കിൽ റീചാർജ് ചെയ്ത് വിളിക്കാനും ഒന്നിനും നെറ്റും കിട്ടുന്നുണ്ടായില്ല. അതായത് മെയിൻ ഇഷ്യൂ. ഇന്റർനാഷണൽ റോമിംഗ് ഞങ്ങൾ നെറ്റ് ഓൺ ആക്കിയിട്ട് അതങ്ങനെ മൊത്തം തീർന്നു പോയി. അങ്ങനെ ഞങ്ങൾ 35 ബസ്സിൽ കയറി ഇവിടെ പറഞ്ഞ അഡ്രസ്സിലെത്തി കീ കളക്ട് ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് അന്ന് ആ ഒരു ദിവസം, അതായത് 7th പെട്ടിയിൽ ഒരു അഡ്രസ്സും ഇല്ല. മാൽമോയിലും അതായത് ഈ കോപ്പൻഹാഗനിലും എത്തിയിട്ടില്ല. കോപ്പൻഹാഗനിൽ എത്തിയിട്ട് വേണം ഇങ്ങോട്ട് മാൽമോയിലേക്ക് അവർ ഡെലിവറി വരാൻ. അപ്പോൾ എത്ര ദിവസം എടുക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഞങ്ങളൊക്കെ കൺഫ്യൂഷനിലായി നിന്ന് അന്നത്തെ ഒരു ദിവസം ഞങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 1-2 സാധനങ്ങളൊക്കെ വാങ്ങി. കുക്ക് ചെയ്യാനുള്ള സാധനം പോലും പെട്ടിയിലായിരുന്നു. കുക്ക് ചെയ്യാനുള്ള സാധനം, മെയിൻ കാര്യങ്ങളെല്ലാം പെട്ടിയിലായിരുന്നു. ഞങ്ങൾക്ക് കയ്യിൽ കിട്ടിയ പെട്ടിയിൽ ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്താ ചെയ്യാന്ന് അറിയാണ്ട് ഞങ്ങൾ ആ ഒരു ദിവസം എങ്ങനെയൊക്കെയോ തള്ളി നീക്കി. ഫോൺ സ്വിച്ച് ഓഫ് ആയി. അങ്ങനെ ആ ഒരു ദിവസം പിറ്റേ ദിവസം രാവിലെ ഞങ്ങള് ജസ്റ്റ് ടൗണിലേക്കൊന്ന് പോയ സമയത്ത് ബസ്സിൽ ഒരു ഫോണ്, അതായത് ഐഫോൺ നമുക്ക് കുത്തിക്കാനുള്ള ഓപ്ഷൻ ഇല്ല അവിടെ ബസ്സിൽ. നമ്മുടെ നോർമൽ ആൻഡ്രോയിഡ് ഫോണ് കേബിൾ വെച്ച് ഞങ്ങൾ കണക്ട് ചെയ്ത് കുറച്ച് ചാർജ് ആക്കി. അപ്പൊ ആ ഒരു സമയത്ത് ഞങ്ങളുടെ ബാഗേജ് കോപ്പൻഹാഗൻ എയർപോർട്ടിൽ എത്തി. ഞങ്ങൾക്ക് ഡെലിവറി എപ്പോഴാണ് വേണ്ടതെന്ന് ചൂസ് ചെയ്യാനുള്ള ടൈം വന്നിരുന്നു അന്ന് രാവിലെ. ഞങ്ങൾ അങ്ങനെ ടൗണിലൊക്കെ പോയി വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ശ്രീലങ്കൻ, ഇവിടെ വെരി നിയറസ്റ്റ് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരു ശ്രീലങ്കൻ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ ആ ലേഡിനെ കണ്ട് ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് ഒരു അഡാപ്റ്റർ തന്നു. അങ്ങനെ ഞങ്ങൾ ഫോണ് കുത്തിയുള്ള ഒരു വഴി അങ്ങനെ കണ്ടെത്തി. അങ്ങനെ ഞങ്ങൾ ഫോണിൽ ചാർജ് ചെയ്ത് ഈവനിങ് വരെ ചാർജർ ഞങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അഡാപ്റ്റർ ഞങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളെ ബാഗേജ് കിട്ടിയിട്ട് അവർക്ക് അഡാപ്റ്റർ തിരിച്ചു കൊടുത്താൽ മതി എന്നാ. അങ്ങനെ ഞങ്ങള് ഇവരെ വെയിറ്റ് ചെയ്യാൻ, അതായത് ഞങ്ങളെ കൊറിയർ ഇന്ന് വരും എന്ന് പറഞ്ഞു, അതായത് ലഗേജ് ഇന്ന് വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. പക്ഷെ ഒരു 6 മണിയെല്ലാം ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മെസ്സേജ് വന്നു ഞങ്ങളെ ലഗേജ് ഇവിടുന്ന് ഡീവിയേറ്റ് ആയി. ഞങ്ങളെ ഇവിടെ വന്നിട്ട് അവർ ഞങ്ങളെ കണ്ടില്ല. അങ്ങനെ ഞങ്ങളെ ബാഗേജ് ഡീവിയേറ്റ് ആയി. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് പിന്നെയും ടെൻഷനായി, എന്താ ചെയ്യാന്ന് അറിയാണ്ടായി. അങ്ങനെ ഞങ്ങള് അവരെ കസ്റ്റമർ കെയറിൽ വിളിക്കാൻ നോക്കിയപ്പോഴത്തേക്കും ടൈം കഴിഞ്ഞ് ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ വിളിച്ചിട്ടും കാര്യമില്ല. സ്വീഡിഷ് ആണ് അവർ സംസാരിക്കുക. ഞങ്ങൾക്ക് സ്വീഡിഷ് മനസ്സിലാവുക പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ 6-ാം തീയതി എയർപോർട്ടിലെത്തി, അതായത് ഓഗസ്റ്റ് 6 എയർപോർട്ടിലെത്തി. 7th ഞങ്ങൾ മാൽമോയിലേക്ക് വന്നത്. അന്ന് വൈകിട്ട്, അതായത് 7-ാം തീയതി ഞങ്ങൾക്ക് ലഗേജ് കിട്ടിയില്ല. 8-ാം തീയതി രാവിലെ മെസ്സേജ് വന്ന് ഞങ്ങൾ ടൈം ചൂസ് ചെയ്തിരുന്നത് 8-ാം തീയതി വൈകിട്ട് 5 മണിന്റെ 10 മണിന്റെ ഇടയ്ക്ക് ഡെലിവറി ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു ടൈം ചൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഞങ്ങൾ ഇവിടെ ഒരു 4 മണി തൊട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ലഗേജ് ആയിട്ടും ബ്രിങ് എന്ന് പറഞ്ഞൊരു കൊറിയർ പാർട്ട്ണർ ആയിരുന്നു ഡെലിവറി ചെയ്യാൻ മീൻസ് എയർപോർട്ടിൽ നിന്ന് അവർ ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ ബ്രിങ്ങിന്റെ ഒരു വണ്ടി, ഒരു സ്റ്റാഫ് ഒന്നും ഞങ്ങൾ ഈ അപ്പാർട്ട്മെന്റ് ഏരിയയിലേക്ക് വന്നതായിട്ട് ഞങ്ങളൊന്നും നോട്ടീസ് ചെയ്തിട്ടില്ല. അങ്ങനെ അത് ഡീവിയേറ്റ് ആയി. ഞങ്ങളിങ്ങനെ ടെൻഷനിലിരിക്കുന്ന സമയത്ത് സിമ്മിന്റെ കാര്യം ഒന്നുകൂടെ റീ രജിസ്റ്റർ ചെയ്യാന്ന് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങൾ കറക്റ്റ് യൂട്യൂബിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കി 2 പേരുടെ സിം രജിസ്റ്റർ ചെയ്തു. അപ്പൊ ആ ഒരു സമയത്ത് സിം ആക്റ്റീവായി. അങ്ങനെ ഞങ്ങൾക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും റെഡിയായി, സിം റെഡിയായി.
അപ്പൊ ആ ഒരു സമയത്ത് ഞങ്ങൾ വീണ്ടും അവരുടെ വെബ്സൈറ്റിൽ കയറി എന്തെങ്കിലും ഞങ്ങളുടെ ഈ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കി. പക്ഷെ അതൊന്നും നടന്നില്ല. പെട്ടി എങ്ങനെ കിട്ടുന്ന ഒരു ഐഡിയ ഇല്ലാത്തപ്പോഴാണ് ഞങ്ങൾ 2 ഫാമിലീസിന് പരിചയപ്പെട്ടു എന്ന് പറയില്ലേ, അതിലൊരാൾക്ക് ഞാൻ മെസ്സേജ് അയച്ചു, അവരുടെ നമ്പർ മേടിച്ചിരുന്നു. അപ്പൊ ആ പുള്ളി ഇവിടെ സ്വീഡനിൽ തന്നെ ഒരു 5-6 വർഷം ആയിട്ടുള്ള ആളായിരുന്നു. അപ്പൊ പുള്ളിക്ക് ഏകദേശം ഈ ബ്രിങ്ങിന്റെ ഒരു സർവീസ് ഇത് അറിയുന്നതുകൊണ്ട് തന്നെ പുള്ളി പറഞ്ഞു പെട്ടി ഡീവിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവര് ഏറ്റവും നിയറസ്റ്റ് കളക്ഷൻ പോയിന്റിൽ, അതായത് ബ്രിങ്ങിന്റെ ഏറ്റവും അടുത്ത ഓഫീസിൽ കൊടുക്കുന്ന പറഞ്ഞത്. ഞങ്ങൾ എന്തായാലും അന്നത്തെ ഒരു ദിവസം അങ്ങനെ പോട്ടെ. 9th രാവിലെ ബ്രിങ്ങിന്റെ ഓഫീസ് ഉണ്ട് ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ അവേ. അപ്പൊ അവിടെ പോയിട്ട് അവരെ കണ്ട് സംസാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ള പ്ലാനിൽ അന്നത്തെ ഒരു ദിവസം കൂടെ ഞങ്ങൾ അങ്ങനെ കഴിച്ചു കൂട്ടി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ തന്നെ ഓൾമോസ്റ്റ് ഒരു 8 മണി എല്ലാം ആയപ്പോ തന്നെ 8 മണിക്കെല്ലാം ഇവിടുത്തെ ഓഫീസൊക്കെ തുറക്കും. അങ്ങനെ ഞങ്ങൾ ഒരു 8 മണി ആവുമ്പോഴത്തേക്കും ഞങ്ങള് ബ്രിങ്ങിന്റെ ഓഫീസ് തെരഞ്ഞു പിടിച്ച് അവിടത്തേക്ക് പോയി. അവിടെ പോയപ്പോൾ ഓഫീസ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഫോൺ വന്നു. അതായത് ബ്രിങ്ങിന്റെ ഏജന്റിന്റെ നമ്പർ തന്നെയാന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് അങ്ങനെ കോൾ വന്നു. അവരൊരു ഒരു 11 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പെട്ടി എത്തിക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നു. അങ്ങനെ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് താഴെ തന്നെ, അതായത് ഫ്ലാറ്റ് ഞങ്ങളെ അപ്പാർട്ട്മെന്റിന്റെ താഴെ തന്നെ ലൊക്കേഷനും വാട്സപ്പ് നമ്പറിൽ ലൊക്കേഷനും കാര്യങ്ങളും അയച്ചു കൊടുത്തു. അവര് പറഞ്ഞു വരുന്നതിന്റെ 2-3 മിനിറ്റ് മുന്നേ വിളിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവരതുപോലെ എത്തുന്നതിന്റെ 2-3 മിനിറ്റ് മുന്നേ വിളിച്ചു. കറക്റ്റ് ഞങ്ങൾക്ക് പെട്ടി കിട്ടി. അതായത് 6th ഇവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് ഏകദേശം 9-ാം തീയതിയാണ് പെട്ടി ഞങ്ങളെ കയ്യിൽ കിട്ടുന്നത്. അതിന്റെ ഇടയ്ക്കുള്ള ഒരു 2 ദിവസം ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, കുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാണ്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ആദ്യം റൂമിൽ ഉണ്ടായിരുന്നത് കുറച്ച് ഫർണിച്ചേഴ്സ് മാത്രമായിരുന്നു. ഫർണിച്ചേഴ്സ് പിന്നെ ഞങ്ങൾ എത്തി, അതായത് 7-ാം തീയതി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഫർണിച്ചേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വേറെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, അതായത് ലൈറ്റിന് ലൈറ്റ് ഇല്ല, ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ 2 ദിവസം കഴിച്ചു കൂട്ടി. പിന്നെ പെട്ടി കിട്ടിയപ്പോ ഒരു സമാധാനമായത്. വീട് ബുക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് അപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഫർണിച്ചർ ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വന്ന ഫർണിച്ചേഴ്സ് കാര്യങ്ങൾ കിട്ടി. പിന്നെ ഞങ്ങൾക്ക് ഡ്രസ്സ് കാര്യങ്ങളും മാത്രമേ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. വേറെ കുക്കിംഗ് ഓപ്ഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് 2 ദിവസം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞങ്ങളെ ബ്രിങ്ങിന്റെ ഡെലിവറിക്കാര് തലേ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെ വിളിച്ചു അല്ലെങ്കിൽ വന്നിട്ട് ഡീവിയേറ്റ് ആയി പോയി എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷെ അങ്ങനത്തെ കോള് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇൻ കേസ് ഇനിയിപ്പോ ഇന്റർനാഷണൽ പാക്കേജ് തീർന്നതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, അന്ന് കോള് വന്നിട്ടുണ്ടായില്ല. പക്ഷെ വെരി നെക്സ്റ്റ് ഡേ ഞങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുത്ത സമയത്ത് കറക്റ്റ് കോള് വന്നു. പക്ഷെ ഇന്ത്യൻ നമ്പറിൽ തന്നെയാണ് കോള് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെട്ടി കിട്ടിയ പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സ്മൂത്തായി. ഞങ്ങൾ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. കുക്ക് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ആ പെട്ടിയിലായതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ പെട്ടി കിട്ടി എല്ലാം ഓക്കെ ആയി ഞങ്ങളൊന്ന് സെറ്റിലായി വന്നു. അപ്പൊ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് സ്വീഡനിലേക്ക് വന്നൊരു എക്സ്പീരിയൻസ്. ഇവിടെ വന്ന് ഒരു ഐഡിയ ഇല്ല ഇത്രയും കാര്യങ്ങൾ ബുദ്ധിമുട്ടും. ഒരുപാട് കാലമൊന്നും ഞങ്ങൾ ഫ്ലൈറ്റിൽ അങ്ങനെ ട്രാവൽ ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ഞങ്ങൾ മീൻസ് ഡൽഹിയിലേക്ക് ഞങ്ങളുടെ RP കാർഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈഫിൽ ഫസ്റ്റ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നത്. അത് ഇൻഡിഗോ ആയിരുന്നു. ആ സർവീസിന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, എത്തി അതിലും ഓക്കെ ആയിരുന്നു. സ്കാൻഡിനാവിയയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ലഗേജിന്റെ ഇഷ്യൂ ഉണ്ടാവുന്ന ഒരിക്കലും എക്സ്പെക്റ്റും ചെയ്തിട്ടില്ല. ഇത്രയും അത് ഒരു ബുദ്ധിമുട്ടാവുന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. അതിനുശേഷം ഞങ്ങളെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് പക്ഷെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള രീതിയിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളും അബ്രോഡ് സ്റ്റഡീസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വീഡനിൽ എടുക്കുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്നും എങ്ങനെയൊക്കെയാണ് സ്വീഡന്റെ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടതെന്നും വിസ പ്രോസസ് കാര്യങ്ങൾ എന്താണ് ഏകദേശം ഒരു എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നതെന്നും ഓരോ ടൈം എപ്പോഴാന്നൊക്കെ ഉള്ള ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായെങ്കിലും സ്വീഡൻ ഒരു മീൻസ് ഇതൊരു പക്ക സിസ്റ്റമാറ്റിക് കൺട്രിയാണ്. നമുക്ക് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഈ ഒരു സിസ്റ്റം ഒക്കെ അഡോപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുമെങ്കിലും ശരിക്കും നമ്മുടെ കണ്ടുപഠിക്കേണ്ട ഒരു ഡിസിപ്ലിൻ അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് കൺട്രിയാണ് സ്വീഡൻ. കൂടുതൽ വിശേഷങ്ങൾക്ക് വേണ്ടി നമ്മൾ വീണ്ടും ഒരു വീഡിയോസ്, അതായത് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് കാണാം. ബൈ.